ഫ്രണ്ട്സ് എല്ലാവർക്കും ഓൺലൈൻ ക്ലാസ്സിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് 6ാം ക്ലാസ്സിലെ മാത്സ് ആണ്. മാത്സിലെ രണ്ടാമത്തെ ചാപ്റ്ററാണ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. ആദ്യത്തെ ചാപ്റ്ററിൻ്റെ വീഡിയോസ് അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അതിൻ്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കാം. ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് രണ്ടാമത്തെ ചാപ്റ്റർ ശരാശരിയാണ്, ആവറേജ്. ഇപ്പോൾ ഡിസ്കസ് ചെയ്തത് പേജ് 22 ചോദ്യോത്തരങ്ങളാണ്. ഇംഗ്ലീഷ് മീഡിയവും മലയാളം മീഡിയവും ഉൾപ്പെടുത്തിയിട്ടുണ്ട്. അപ്പോൾ നമ്മൾ പഠിക്കുന്നത് ആവറേജിനെ കുറിച്ചാണ്. ആവറേജ് കാണാനുള്ള ഒരു ഫോർമുല ഉണ്ട്, ഒരു സൂത്രവാക്യമുണ്ട്. എന്താണ്? ടോട്ടൽ ബൈ നമ്പർ. ഓക്കെ, ടോട്ടൽ എമൗണ്ട് ബൈ നമ്പർ. ഇതാണ് നമ്മൾ ഓർമ്മയിൽ വെക്കേണ്ടത്. ശരാശരി കാണാനുള്ള സൂത്രവാക്യം ആകെ ബൈ എണ്ണം, അതായത് നമ്മുടെ ടോട്ടൽ എമൗണ്ടിനെ ടോട്ടൽ നമ്പർ കൊണ്ട് ഡിവൈഡ് ചെയ്ത് കിട്ടുന്നതാണ് ശരാശരി. ഈ ഒരു ഫോർമുല സൂത്രവാക്യം നിങ്ങൾ ഓർമ്മയിൽ വെക്കുക. അപ്പോൾ നമുക്ക് ആദ്യത്തെ ചോദ്യം ഒന്ന് നോക്കാം. ആദ്യത്തെ ചോദ്യം എന്താണ്? തിങ്കൾ മുതൽ വെള്ളി വരെ ക്ലാസ്സിൽ ഹാജരായ കുട്ടികളുടെ എണ്ണം 34, 35, 32, 33, 31 എന്നിവയാണ്. ഓരോ ദിവസവും ശരാശരി എത്ര കുട്ടികൾ ക്ലാസ്സിൽ വന്നു? ദ നമ്പർ ഓഫ് ചിൽഡ്രൻ ഹു അറ്റൻഡഡ് ക്ലാസ് ഫ്രം മൺഡേ ടു ഫ്രൈഡേ ആർ 34, 35, 36, 33, 31. വാട്ട് ഈസ് ദ ആവറേജ് നമ്പർ ഓഫ് ചിൽഡ്രൻ ഹു അറ്റൻഡഡ് ക്ലാസ്സസ് ഇൻ ഈച്ച് ഡേ? അപ്പോൾ നമ്മളോട് പറഞ്ഞിരിക്കുന്നത് കുട്ടികൾ അറ്റൻഡ് ചെയ്ത കുട്ടികളുടെ എണ്ണം അവിടെ കൊടുത്തിട്ടുണ്ട്. പിന്നെ മൺഡേ ടു ഫ്രൈഡേ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അപ്പോൾ നമ്മൾ ആദ്യം എന്താ ചെയ്യേണ്ടത്? അതിൻ്റെ ടോട്ടൽ എമൗണ്ട് കാണണം അല്ലേ? അപ്പോൾ സ്റ്റേറ്റ്മെൻറ്റ് എഴുതുക, ഹാജരായ കുട്ടികളുടെ എണ്ണം എന്ന് പറഞ്ഞിട്ട് നമ്മൾ അത് എഴുതുക. എന്നിട്ട് നമ്മളിത് ടോട്ടൽ ചെയ്യുക. പിന്നെ ഇവിടെ നമ്മൾ തിങ്കൾ മുതൽ വെള്ളി വരെ എന്ന് പറഞ്ഞിട്ട് നമുക്കറിയാം നമ്പർ ഓഫ് ഡേയ്സ്, ദിവസങ്ങളുടെ എണ്ണം എത്രയാണ്? 5 ആണ്. അപ്പോൾ ആ ടോട്ടൽ കണ്ട് നമ്മൾ 5 കൊണ്ട് ഡിവൈഡ് ചെയ്യാം. ഓക്കെ, അപ്പോൾ പേജ് നമ്പർ 22 പ്രോബ്ലമാണ് നമ്മൾ ചെയ്യുന്നത്. അപ്പോൾ നമുക്കൊന്ന് എഴുതി നോക്കാം സ്റ്റേറ്റ്മെൻറ്റ്. ടോട്ടൽ നമ്പർ ഓഫ് ചിൽഡ്രൻ എത്രയാണ്? 34 + 35 + 32 + 33 + 34. അപ്പോൾ നമുക്കിതൊന്ന് ആഡ് ചെയ്ത് നോക്കാം. നമ്മൾ ടോട്ടൽ കാണണമല്ലോ. 34, 35, 32, 33, 31. ഓക്കെ, 1, 3, 4, 4, 2, 6, 6, 5, 11, 11, 4, 15. 15 നമ്മൾ എന്താ എഴുതണ്ടേ? 5 എഴുതി ബാലൻസ് 1 ഇതിൻ്റെ കൂടെ ആഡ് ചെയ്യാം. ഇനി 1, 3, 4, 4, 3, 7, 7, 3, 10, 10, 3, 13, 13, 3, 16. അപ്പോൾ എത്രയാണ് ടോട്ടല്? അപ്പോൾ ആകെ കുട്ടികളുടെ എണ്ണം എത്രയാണ്? 165. ഓക്കെ, അപ്പോൾ നമ്മൾ അത് ആഡ് ചെയ്തു. ഇനി നമ്മൾ എന്താണ് ആവറേജ് കാണാൻ? ടോട്ടൽ ബൈ നമ്പറാണ്, ആകെ പ്ലസ് എണ്ണം. അപ്പോൾ ആകെ നമ്മൾ കണ്ടു. ഇനി നമ്പർ ഓഫ് ഡേയ്സ്, ദിവസങ്ങളുടെ എണ്ണം 5 ആണ്. തിങ്കൾ മുതൽ വെള്ളി വരെ എന്ന് പറയുന്നത് 5 ദിവസമാണ്. ഇനി ആവറേജ് ആണ് നമ്മൾ കണ്ടത്. ആവറേജ് നമ്പർ ഓഫ് ചിൽഡ്രൻ, ശരാശരി കുട്ടികളുടെ എണ്ണം എന്താണ്? 165. ടോട്ടൽ ആണ്. നമ്പർ ഓഫ് ഡേയ്സ് 5 ആണ്. അപ്പോൾ 165നെ നമ്മൾ 5 കൊണ്ട് ഡിവൈഡ് ചെയ്യണം. 165 ഡിവൈഡഡ് ബൈ 5. അപ്പോൾ ഇവിടെ 16 ആണ്. 5 എത്ര ടൈംസ് പോകും? 3 ടൈംസ് ആണ് പോവുക. അത് എത്രയാണ്? 15 ആണ്. ഇനി 16 15 മൈനസ് ചെയ്താൽ 1, പിന്നെ 15. 15ൽ 5 എത്ര ടൈംസ്? 3 ടൈംസ് പോവും. ഓക്കെ, അപ്പോൾ നമുക്ക് എത്ര ആൻസർ? 33. അപ്പോൾ ഫസ്റ്റ് ക്വസ്റ്റ്യൻ്റെ ആൻസർ എത്രയാണ്? 33 ആണ് ആവറേജ്. നമ്മൾ ടോട്ടൽ എത്ര കണ്ടു? 165 കണ്ടു. നമ്പർ ഓഫ് ഡേയ്സ് 5 ആണ്. 165നെ 5 കൊണ്ട് ഡിവൈഡ് ചെയ്തു. ദാറ്റ് ഈസ് 33. ഓക്കെ, ഇനി നമുക്ക് രണ്ടാമത്തെ ചോദ്യം വായിച്ചു നോക്കാം. രണ്ടാമത്തെ ചോദ്യം എന്താണ്? മജീദിന്റെ വീട്ടിലെ ചില മാസങ്ങളിലെ വൈദ്യുതി ഉപഭോഗം പട്ടികയിൽ കാണിച്ചിരിക്കുന്നു. ആ വീട്ടിൽ ഒരു മാസം ശരാശരി എത്ര യൂണിറ്റ് വൈദ്യുതി ഉപയോഗിക്കുന്നുണ്ട്? ശരാശരിയേക്കാൾ കൂടുതൽ വൈദ്യുതി ഉപയോഗിച്ച മാസങ്ങൾ ഏതൊക്കെയാണ്? അപ്പോൾ ജനുവരി, ഫെബ്രുവരി, മാർച്ച്, ഏപ്രിൽ, മെയ്, ഇങ്ങനെ 5 മാസങ്ങളാണ് തന്നിരിക്കുന്നത്. അപ്പോൾ ശരാശരി ഉപയോഗം കാണാൻ ആകെ ബൈ എണ്ണം അല്ലേ? നമുക്ക് ഇംഗ്ലീഷിലുള്ള ചോദ്യം വായിച്ചു നോക്കാം. ദ ടേബിൾ ഷോസ് ദ എമൗണ്ട് ഓഫ് ഇലക്ട്രിസിറ്റി യൂസ്ഡ് ഇൻ മജീദ്സ് ഹൗസ് ഫോർ സം മന്ത്സ്. വാട്ട് ഈസ് ദ ആവറേജ് എമൗണ്ട് ഓഫ് ഇലക്ട്രിസിറ്റി യൂസ്ഡ് പെർ മന്ത്? വിച്ച് ആർ ദ മന്ത്സ് ഓൺ വിച്ച് യൂസേജ് ഈസ് മോർ ദാൻ ദ ആവറേജ്?
ടോട്ടൽ കൺസംഷൻ ഓഫ് ഇലക്ട്രിസിറ്റി, വൈദ്യുതിയുടെ ആകെ ഉപഭോഗം എത്രയാണ്? ഇവിടെ നമുക്ക് ഓരോ മാസത്തെയും തന്നിട്ടുണ്ട്. ജനുവരി 85 ആണ്, ഫെബ്രുവരി 90 ആണ്, മാർച്ച് 75 ആണ്, പിന്നെ 82 ഏപ്രിലാണ്, മെയ് 78. ഇനി നമ്മൾ എന്താ ചെയ്യേണ്ടത്? ഇത് 85, ഇതിന്റെ ടോട്ടൽ കാണണം. ആവറേജ് കാണാൻ എന്താണ്? ടോട്ടൽ ബൈ നമ്പർ ആണ്, ആകെ ബൈ എണ്ണം. അപ്പൊ 85, 90, നെക്സ്റ്റ് 75, നെക്സ്റ്റ് 82, then 78, 78. ഇനി നമുക്ക് ഇതൊക്കെ ടോട്ടൽ ചെയ്ത് നോക്കാം. 5ഉം 5ഉം 10, 10ഉം 2ഉം 12, 12ഉം 8ഉം 20. 20ൽ 0, 20ൽ 0 നമ്മൾ കൊടുത്തു, 2 ഇവിടെ കൊടുത്തു. 2 + 8, 10. 10 കൂട്ടണം 9, 19, 19 കൂട്ടണം 7, 26, 26 കൂട്ടണം 8, 34, 34 കൂട്ടണം 7, 41. ഓക്കെ, 34 + 7, 41. അപ്പൊ നമുക്ക് ടോട്ടൽ എത്രയാണ്? 410 എന്ന് നമുക്ക് കിട്ടി. അപ്പൊ നമുക്ക് ആകെ കിട്ടി. ഇനി ടോട്ടൽ നമ്പർ ഓഫ് മന്ത്സ്, അതായത് ആകെ മാസം എത്രയാണ്? മാസങ്ങളുടെ എണ്ണം എത്രയാണ്? 5. അപ്പൊ നമ്മൾ ഇനി എന്താണ്? ആവറേജ് കൺസംഷൻ, ശരാശരി ഉപഭോഗം കാണാൻ എന്താ ചെയ്യേണ്ടത്? ടോട്ടൽ ബൈ നമ്പർ ആണല്ലേ. ടോട്ടൽ ബൈ നമ്പർ, ആകെ ബൈ എണ്ണം. ഇവിടെ ആകെ എന്ന് പറയുന്നത് എത്രയാണ്? 410 410. പിന്നെ മന്ത് എത്രയാണ്? 5 മന്താണുള്ളത് അല്ലേ. ജനുവരി, ഫെബ്രുവരി, മാർച്ച്, ഏപ്രിൽ, മെയ്, 5 മന്താണുള്ളത്. അപ്പൊ 410 ഡിവൈഡഡ് ബൈ 5, 410 ഡിവൈഡഡ് ബൈ 5. 4 5 ഡിവൈഡ് ചെയ്യാൻ പറ്റില്ല. അപ്പൊ 41 എടുത്തു. 41 എടുക്കുമ്പോൾ 8 അല്ലേ. അപ്പൊ നമുക്ക് ഇവിടെ 8 എന്ന് എഴുതാം. 8 5 40. ഇനി 1 കുറയ്ക്കണം, 0 1 10. 10ൽ 5 എത്ര പ്രാവശ്യം പോവും? 2 പ്രാവശ്യം പോവും. ഇപ്പൊ നമ്മളിവിടെ 10 എന്ന് ഇട്ടു. അപ്പൊ നമ്മുടെ ആൻസർ എത്രയാണ്? 82. അപ്പൊ ആവറേജ്, ശരാശരി എത്രയാണ്? 82 യൂണിറ്റ് എഴുതണം. ഇതിന്റെ കൂടെ നമ്മളോട് വേറൊരു ചോദ്യം ചോദിച്ചിട്ടുണ്ട്. മന്ത്സ് ഓൺ വിച്ച് യൂസേജ് ഈസ് മോർ ദാൻ ആവറേജ്. ആവറേജിനെക്കാട്ടും കൂടുതൽ ഏതൊക്കെ മന്തിലാണ് ഉപയോഗിച്ചതെന്ന്. അപ്പൊ ആവറേജ് എത്രയാണ്? 82 ആണ്. അപ്പൊ 82ന്റെ കൂടുതലുള്ളത് ജനുവരിയിൽ എന്താണ്? ജനുവരിയിൽ 85 ഉണ്ട്, അതേപോലെ ഫെബ്രുവരിയിൽ 90 ഉണ്ട്. അപ്പൊ ആവറേജിനെക്കാട്ടും കൂടുതൽ ഉപയോഗം നടന്നത് ഏത് മാസത്തിലാണ്? ജനുവരിയും ഫെബ്രുവരിയും നമുക്ക് എഴുതാം. അപ്പൊ നമ്മള് രണ്ടാമത്തെ ക്വസ്റ്റ്യൻ ഡിസ്കസ് ചെയ്തു. ഇനി നമുക്ക് മൂന്നാമത്തെ ചോദ്യം വായിച്ചു നോക്കാം. മൂന്നാമത്തെ ചോദ്യം നോക്കാം. ദ വെയിറ്റ് ഓഫ് പ്ലെയേഴ്സ് ഇൻ എ ടീം ആർ 68 കിലോഗ്രാം, 72 കിലോഗ്രാം, 80 കിലോഗ്രാം, 70 കിലോഗ്രാം, 60, 70. വാട്ട് ഈസ് ദ ആവറേജ് വെയിറ്റ് ഓഫ് എ പ്ലെയർ ഇൻ ദ ടീം? ഒരു ടീമിലെ കളിക്കാരുടെ ഭാരം 68, 72, 80, 70, 60, 70 എന്നിങ്ങനെയാണ്. ആ ടീമിലെ കളിക്കാരൻ്റെ ശരാശരി ഭാരം എത്രയാണ്? അപ്പോൾ നമുക്കൊന്ന് എഴുതി ചെയ്തു നോക്കാം. മൂന്നാമത്തെ ചോദ്യം വായിച്ചല്ലോ. വെയിറ്റ് ഓഫ് പ്ലെയർ ആണ്. നമ്മൾ ശരാശരി വെയിറ്റ് ആണ് കാണേണ്ടത്. കളിക്കാരുടെ ശരാശരി ഭാരമാണ് നമ്മൾ കാണേണ്ടത്. അപ്പോൾ ടോട്ടൽ വെയിറ്റ് ഓഫ് ദ പ്ലെയേഴ്സ്, കളിക്കാരുടെ ആകെ ഭാരം എത്രയാണ്? 68 ഉണ്ട്, പിന്നെ 72 ഉണ്ട്, അതേപോലെ 80, 70, 60, 70. ഓക്കെ, 68, 72, 80, 70, 60, 70. ഇനി നമുക്കിതൊന്ന് കൂട്ടി നോക്കാം. 8ഉം 2ഉം 10. അപ്പൊ നമ്മൾ 0 ഇട്ടു. ഇനി 1 + 6 7, 7 + 7 14, 14 + 8 22, 22 + 7 29, 29 + 6 35, 35 + 7 42. ഓക്കെ, അപ്പൊ നമുക്ക് എത്ര കിട്ടി? കൂട്ടിയപ്പോ എത്ര കിട്ടി? 420. അപ്പോൾ ടോട്ടൽ വെയിറ്റ് ഓഫ് പ്ലെയേഴ്സ് എത്രയാണ്? കളിക്കാരുടെ ആകെ ഭാരം എത്രയാണ്? 420, 420. ഇനി ടോട്ടൽ നമ്പർ ഓഫ് പ്ലെയേഴ്സ്, എത്ര പ്ലെയേഴ്സ് ഉണ്ട്? 6 പ്ലെയേഴ്സ് ആണ് ഉള്ളത്. ഇനി നമ്മള് ആവറേജ് കാണുക. ആവറേജ് കാണുമ്പോൾ നമുക്ക് ടോട്ടൽ ബൈ നമ്പർ ആണ്. ടോട്ടൽ ഇവിടെ 420 ആണ്, നമ്പർ ഇവിടെ 6 ആണ് ഉള്ളത്. അപ്പൊ 420നെ നമുക്ക് എന്തുകൊണ്ട് ഹരിക്കണം? 6 കൊണ്ട് ഹരിക്കണം. ഓക്കെ, 420നെ 6 കൊണ്ട് ഹരിച്ചു. 42ൽ 6 എത്ര പ്രാവശ്യം പോകും? 7 പ്രാവശ്യം പോകും. അപ്പൊ 42 എന്ന് എഴുതാം. പിന്നെ ഒരു 0 ആണുള്ളത്, നമ്മൾ ഇവിടത്തേക്ക് എഴുതും. അപ്പൊ നമുക്ക് എത്ര കിട്ടിയത്? 70 ആണ് കിട്ടിയത്. അപ്പോൾ 70 കിലോഗ്രാം ആണ് ശരാശരി ഭാരം. ആവറേജ് വെയിറ്റ് എത്രയാണ്? 70
kg ആണ്. ശരാശരി ഭാരം കളിക്കാരുടെ 70 കിലോഗ്രാം ആണ്. അപ്പൊ മൂന്നാമത്തെ ചോദ്യത്തിന്റെ ഉത്തരം എത്രയാണ്? 70 കിലോഗ്രാം ആണ്. ഇനി നമുക്ക് നാലാമത്തെ ചോദ്യം, പേജ് നമ്പർ 22 അവസാനത്തെ ചോദ്യം, നാലാമത്തെ ചോദ്യം വളരെ സിമ്പിൾ ആണ്. അത് നമുക്കൊന്ന് വായിച്ചു നോക്കാം. അടുത്ത ക്വസ്റ്റ്യൻ, ലാസ്റ്റ് ക്വസ്റ്റ്യൻ ആണ്. പേജ് 22 ക്വസ്റ്റ്യൻസ് ആണ് നമ്മൾ ചെയ്യുന്നത്. ഇതിൽ 4 പ്രോബ്ലംസ് ആണ് ഉണ്ടായിരുന്നത്. അപ്പം 3 പ്രോബ്ലം നമ്മൾ ചെയ്തു. ഇനി നാലാമത്തെ പ്രോബ്ലം നോക്കാം. ദ ടോട്ടൽ ഇൻകം ഓഫ് എ മാൻ ഇൻ 8 ഡേയ്സ് ഇൻ 1840 rupees. വാട്ട് ഈസ് ദിസ് ആവറേജ് ഇൻകം പെർ ഡേ? വളരെ സിമ്പിളാണ്. നമ്മൾ ടോട്ടൽ ചെയ്യേണ്ട ആവശ്യമൊന്നും ഇവിടെ ഇല്ല. ടോട്ടൽ അവിടെ തന്നിട്ടുണ്ടല്ലേ. ഓക്കെ, ഒരാളുടെ 8 ദിവസത്തെ ആകെ വരുമാനം 1840 രൂപ. അയാളുടെ ഒരു ദിവസത്തെ ശരാശരി വരുമാനം. അപ്പോൾ നമുക്കൊന്ന് നോട്ട്ബുക്ക് ചെയ്തു നോക്കാം. വളരെ സിമ്പിളാണ്. നമ്മൾ ഇതുവരെ നമ്മുടെ ടോട്ടൽ നമ്മൾ ചെയ്യേണ്ടി വന്നിരുന്നു. പക്ഷെ ഇതിൽ എന്താണ്, ടോട്ടൽ അവിടെ ഓൾറെഡി കൊടുത്തിട്ടുണ്ട്. അപ്പൊ ടോട്ടൽ ഇൻകം 1840, 1840 ആകെ വരുമാനം എന്ന് കൊടുത്തിട്ടുണ്ട്. പിന്നെ ദിവസങ്ങളുടെ എണ്ണം തന്നിട്ടുണ്ട്, 8 ആണ്. നമ്പർ ഓഫ് ഡേയ്സ് 8 ആണ്. ഇനി ആവറേജ് ഇൻകം എന്ന് പറയുമ്പോൾ ടോട്ടൽ ബൈ നമ്പർ. ഇവിടെ ടോട്ടൽ എന്ന് പറയുന്നത് 1840 by 8 ആണ്. അപ്പൊ 1840 നമുക്ക് 8 കൊണ്ട് ഡിവൈഡ് ചെയ്ത് നോക്കാം. ഓക്കെ, അപ്പൊ 1818, 18ൽ 8 എത്ര പ്രാവശ്യം പോകും? 2 പ്രാവശ്യം പോകും. അതിന് 16, 16 നമ്മളിവിടെ എഴുതി. ഇനി 8ന്ന് 6 പോയാൽ 2 ആണ്. 24, 24ൽ 8 എത്ര പ്രാവശ്യം പോകും? 3 ടൈംസ് പോകും. അപ്പൊ 24 എഴുതി. ബാലൻസ് വന്ന് 0ന് നമ്മൾ ഇങ്ങോട്ട് കയറ്റി എഴുതി. അപ്പൊ ഇവിടെ എത്രയാണ് ആൻസർ? 230. അപ്പൊ അയാളുടെ ആവറേജ് ഇൻകം എത്രയാണ്? 230 രൂപയാണ്. ആവറേജ് എത്രയാണ്? ആവറേജ് ഇൻകം എത്രയാണ്? 230. ശരാശരി വരുമാനം എത്രയാണ്? 230 രൂപയാണ്. അപ്പൊ നമ്മളിപ്പോ ചെയ്തത് പേജ് 22 4 ക്വസ്റ്റ്യൻസ് ആണ്. ഇനി നമുക്ക് അടുത്ത പേജിലെ ക്വസ്റ്റ്യൻസുമായിട്ട് അടുത്ത വീഡിയോയിൽ കാണാം. താങ്ക് യു.